ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പനീർ ബുർജിയുടെ ഒരു റെസിപ്പിയാണ്. സാധാരണ മുട്ട കൊണ്ടാണ് നമ്മൾ ബുർജി ഉണ്ടാക്കുന്നത്. മുട്ടയുടെ മണം ഇഷ്ടമല്ലാത്തവർക്കും മുട്ട കഴിക്കാത്തവർക്കും ഇതുപോലെ പനീർ കൊണ്ട് ബുർജി ഉണ്ടാക്കി കഴിക്കാം. ഇത് ചോറിന് സൈഡ് ഡിഷായിട്ടും ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഫോർക്ക് ഉപയോഗിച്ചോ കൈകൊണ്ടോ പൊടിച്ചെടുക്കാം. ഇനി ഈ ബുർജിക്ക് നല്ല മണവും രുചിയും ഉണ്ടാക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പൊടി പോലെ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 7-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ല പൊടി പോലെ ഒന്ന് കുത്തി അരിഞ്ഞെടുക്കണം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. അപ്പം ഞാനത് പൊടി പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം. ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി മതി. ഇഞ്ചി വളരെ കുറച്ച് മതിയാവും. അത് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം നല്ല പൊടി പോലെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇഞ്ചിയും നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയാണ് കുറച്ച് കൂടുതൽ വേണ്ടത് കേട്ടോ. ഇതിലേക്ക് എരിവിന് വേണ്ടി ഒരു പച്ചമുളക് വളരെ നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു വലിയ സവാളയും പിന്നെ ഒരു മീഡിയം ടൈപ്പ് സവാളയുമാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വലുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പൊടി പോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താലും മതിയാകും. ഇപ്പോൾ 2 സവാളയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നല്ലതുപോലെ വാടുന്ന സമയം കൊണ്ട് നമുക്കൊരു തക്കാളി പൊടിയായി അരിഞ്ഞെടുക്കാം. ഞാനൊരു മീഡിയം തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലെ ഉള്ളിലെ കട്ടിയുള്ള ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം. ഇത് നേരിയതായിട്ട് സ്ലൈസ് ചെയ്തതിന് ശേഷം നല്ല പൊടി പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് മീഡിയം ഹീറ്റിലാണ് സവാള ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തത്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഈ ബുർജിക്ക് ആവശ്യമായ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തത്. തക്കാളി കുക്ക് ചെയ്യുമ്പോൾ അല്പം ഉപ്പ് ചേർത്താൽ തക്കാളി വേഗത്തിൽ സോഫ്റ്റായി കിട്ടും. തക്കാളി സോഫ്റ്റായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് പൊടിച്ച പനീറാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം. 2 മിനിറ്റ് ഈ മസാലയുമായി ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. പനീറൊക്കെ നല്ലതുപോലെ ചൂടായി സോഫ്റ്റ് ആകണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. നല്ലതുപോലെ ചൂടായി പനീർ നല്ല സോഫ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
2 പിഞ്ച് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. 2 പിഞ്ച് പഞ്ചസാര ചേർത്താൽ ഈ ബുർജിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് മധുരമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റിലോട്ട് മാറും. ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് കുറച്ച് മല്ലിയിലയാണ്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലെ ഇലയില്ലാത്ത തണ്ട് ഭാഗം കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നല്ല പൊടി പോലെ നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ മല്ലിയില ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇത് ഗ്രേവി ഇല്ലാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പനീർ ഫ്രൈ ആണ്. ഇത് ലഞ്ച് ബോക്സിൽ ചോറിൻ്റെ കൂടെ വെച്ച് ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ വളരെ നല്ലൊരു ഐറ്റമാണ്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ജീരകം ചേർക്കാം കേട്ടോ. ആദ്യം നമുക്ക് വേണമെങ്കിൽ ചെറിയ ജീരകമോ വലിയ ജീരകമോ ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കുക്കിംഗ് പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളുടെ പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പനീർ ഫ്രൈ ആണ്. ഇതിലേക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ക്യാപ്സിക്കം ചേർക്കുന്നതായിരിക്കും നല്ലത്. ചോറിന് ആണെങ്കിൽ നമ്മൾ ക്യാപ്സിക്കം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.